ചെന്നൈയിൽ നിന്ന് വർക്കല വന്നു, വർക്കലയിൽ നിന്ന് നേരെ പള്ളിക്കൽ വന്നു, പള്ളിക്കലിൽ നിന്ന് നേരെ കായംകുളത്ത് പോയി എല്ലാ സാധനങ്ങളും എടുത്ത് കൊല്ലത്ത് വന്നു, കൊല്ലത്ത് വന്നിനി നമുക്ക് വീണ്ടും പള്ളിക്കൽ പോകണം, എന്നിട്ട് അവിടെ നമുക്ക് അബുദാബി പോകണം. അങ്ങനെ വലിയൊരു യാത്രയായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് അബുദാബിക്ക് പോകേണ്ട ലാസ്റ്റ് മിനിറ്റിലാണ് എനിക്ക് ഓരോരോ സാധനങ്ങൾ ഓർമ്മ വരുന്നത്. അങ്ങനെ സാധനം വാങ്ങാനുള്ള ഓട്ടപ്പാച്ചിലുകളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എല്ലാവർക്കും യാത്ര പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ വീട്ടിൽ വന്ന് പറയും ആരുടെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം ഞാൻ ഒരു വല്ലാത്ത ടെൻഷൻ പോലെയാണ് ഫ്ലൈറ്റ് കയറിയത് പ്രാവശ്യം. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും വാപ്പി ഖത്തറിലേക്ക് പോകും. പിന്നെ എനിക്ക് അബുദാബി ചെന്നിട്ട് ഇനി ഞാൻ കുക്ക് ചെയ്യണം. എനിക്കാണെങ്കിൽ കുക്ക് ചെയ്യാനേ അറിയില്ല. അപ്പോൾ എന്താവും എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത ടെൻഷനിലാണ് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത്. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഔട്ട്ഫിറ്റ് പോലും നേരെ ചുവ എടുത്തില്ല. പിന്നെ വാഷ്റൂമിൽ കയറിയപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ഞാൻ എന്താണ് ഞാൻ ഇട്ടേക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഇട്ടേക്കുന്ന എത്ര ഡ്രസ്സാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു 3 പാൻറ്റേലും ഇട്ടിട്ടുണ്ടാവും. ഡ്രസ്സ് അതിനപ്പുറം എന്നെ കൊണ്ടുവന്ന് വിട്ടിട്ട് പപ്പായും മമ്മിയും നേരെ വീട്ടിലേക്ക് പോയി. ഉമ്മയും വാപ്പയും വല്യമ്മയും വലിയപ്പയും അവിടെ തന്നെ നിന്നു. അവിടെ തന്നെ എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ഒന്ന് കറങ്ങി സൂക്ഷ്മദർശിനിയൊക്കെ കണ്ട് അവിടെ തന്നെ നിന്നു. കാര്യം ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് കയറുന്ന ടൈം കഴിഞ്ഞ് ഒരു 4 hours എന്തോ കഴിഞ്ഞിട്ട് ഇക്ക അതേ എയർപോർട്ടിൽ തിരിച്ചു വരും. അപ്പോൾ അവർക്ക് ഇനി പോയിട്ട് തിരിച്ചു വരാൻ വയ്യാത്തത് കൊണ്ട് അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഇക്കായും ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അവർ നല്ല ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് പോയത്. ഞാൻ ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോഴാട്ടോ ഈ കാഴ്ച കാണുന്നത്. ഫോറിനേഴ്സ് എല്ലാം നല്ല ജോളിയായിട്ടില്ല. ട്രെയിൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കാണത്തില്ലേ ആൾക്കാർ ഇരിക്കുന്നത്, അതേപോലെ അവർ താഴെയൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ എപ്പോഴത്തേം പോലെ ഒരു സുഖമുള്ള യാത്രയായിരുന്നില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഫുൾ ആൽക്കഹോളിന്റെ ഒരു സ്മെല്ലും. അത് യൂഷ്വൽ ആയിരിക്കും, അതിനകത്ത് കയറുമ്പം നമുക്കതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന് മുന്നേ ഞാൻ മലേഷ്യയിൽ പോയിട്ട് വന്നപ്പോഴും അബുദാബി പോയിട്ട് വന്നപ്പോഴും ഒന്നും എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കരമായിട്ട് ആൽക്കഹോളിന്റെ സ്മെല്ലും സൈഡിൽ വോമിറ്റിങ്ങും എന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന ആളും ഒരുമാതിരി ഫുള്ളും കൂടി ആകെ ഞാൻ വല്ലാണ്ടായിട്ടാണ് എയർപോർട്ടിൽ എത്തുന്നത്. പക്ഷെ ഇതാ താഴേക്കുള്ള വ്യൂ കണ്ടോ? ഇത് എപ്പോൾ കണ്ടാലും സത്യം പറയാലോ, എത്ര വട്ടം കണ്ടാലും മടുക്കാത്തൊരു സംഭവമാണ്. വീണ്ടും വീണ്ടും ആ ഭംഗി കാണുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സത്യം പറയാലോ, അതുകൊണ്ട് തന്നെ എന്റെ ഫോൺ സ്റ്റോറേജ് എല്ലാം ഫുള്ളായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം വിസിറ്റ് വിസ അബുദാബിയിൽ പോകുന്നത് നല്ല പാടാട്ടോ. എന്റെ കയ്യിൽ ഹസ്ബൻഡിന്റെ ബാലൻസ് സ്ക്രീൻഷോട്ട് ഉള്ളതുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറ്റില്ല. എന്റെ അക്കൗണ്ടിൽ തന്നെ ഒരു 50,000 മുകളിൽ ബാലൻസ് കാണിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ജിപേയുടെ ബാലൻസ് അക്കൗണ്ട് കാണിച്ചു. ഹസ്ബൻഡ് ആണെങ്കിൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ നമ്മുടെ ഫാദറിന്റെയോ ഹസ്ബൻഡിന്റെയോ ടെനൻസിയും കാണിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ ആരും ഇല്ലെങ്കിൽ നമ്മളിവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തതിന്റെ എവിഡൻസ് കാണിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മണി അല്ലെങ്കിൽ 3,000 ദിർഹംസ് ഓർ സംതിങ് അങ്ങനെ കയ്യിൽ വെച്ചേക്കണം. എന്തായാലും നല്ലതായിട്ട് അന്വേഷിച്ചിട്ട് എല്ലാവരും ഒന്ന് വിസിറ്റ് വിസ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ അബുദാബി എയർപോർട്ട് എത്തി. അബുദാബി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നിറയെ ഉണ്ട് നടക്കാൻ. നടന്ന് ഊപ്പാട് വരുന്ന രീതിയിലത്തെ എയർപോർട്ടാണ്. പക്ഷെ അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. നല്ല ഭംഗിയാണ് എയർപോർട്ട് കാണാൻ. അതേപോലെ തന്നെ അവരെന്തായാലും ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എസ്കലേറ്റർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. പക്ഷെ എന്റെ മുന്നിൽ കൂടെ ഒരുപാട് പേര് എസ്കലേറ്റർ കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. നടന്നു പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ എസ്കലേറ്റർ കയറിയെന്നായിരുന്നു എന്റെ ചിന്ത. അതോ ഞാനിനി അനങ്ങാപ്പാറ ആയതുകൊണ്ടാണോ ഒന്നും അറിയില്ല. ഞാൻ അനങ്ങാതെ അവിടെ തന്നെ നിന്നാ വന്നത്. വെറും മടി. ഞാൻ സ്വീറ്റ് കേസിന് പകരം ഇപ്രാവശ്യം മറ്റേ പെട്ടിയാണ് എടുത്തത് കേട്ടോ. കാര്യം സ്വീറ്റ് കേസിന് തന്നെ ഒരു 4 kg അടുപ്പിച്ചിട്ട് കിലോ ഉണ്ടായിരുന്നു. ആ കിലോ കൂടി വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് കരുതി ഞാൻ പെട്ടിയാണ് എടുത്തത് ഇപ്രാവശ്യം. അങ്ങനെ പെട്ടി നോക്കി നിന്ന് ഒരുപാട് ടൈം താമസിച്ചു. പെട്ടി ആയതുകൊണ്ടാണോ എന്നറിയില്ല. അവസാനം എല്ലാവരും പോയി കഴിഞ്ഞാൽ ആകെ 2-3 പേരൊക്കെ ഉണ്ടായിരുന്ന ടൈമിലാണ് എനിക്ക് പെട്ടി കിട്ടുന്നത്. അത് കഴിഞ്ഞ് നേരെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ വെളിയിൽ എന്റെ ഹസ്ബൻഡും കിച്ചുക്കായും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടതിന്റെ സന്തോഷത്തിലാണോ എന്നറിയില്ല. അതുപോലെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനിയും പ്രൊഫഷണൽ ആവേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. 8 മണിക്ക് എന്തോ ആയിരുന്നു ഫ്ലൈറ്റ്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 12 എന്തോ ആയി അബുദാബിയിൽ. അങ്ങനെ വിശന്ന് ഊപ്പാടായിട്ടാണ് ഞാൻ കാറിൽ കയറുന്നത്. എന്തായാലും കാറിൽ ഒരു ഷവർമ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടപാടെ ഞാൻ എടുത്ത് ഫുൾ കഴിച്ചു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പൊ ഞാനിന്ന് നല്ല ടയർഡാണ്. ഇനി നെക്സ്റ്റ് ഡേയിലെ നെക്സ്റ്റ് വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ബൈ.